നമ്മുടെ മൊസറ് ഇടുന്നുണ്ടേ. പെരുന്നാളുകാരിയും അതുപോലെ തന്നെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മളെ പ്രിയ ഉണ്ടാക്കിയ ബാംഗ്ലൂർ ബിരിയാണി. ഇതാ അടിപൊളി. ഇതാ അരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഹലോ ഗൈസ്, നമ്മൾ കൊടകിൽ ദിവ്യേൻ്റെ വീട്ടിലാണുള്ളത് കേട്ടോ. അപ്പോൾ ദിവ്യേൻ്റെ അച്ഛൻ്റെ അനിയത്തിൻ്റെ മോള് പ്രിയൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പ്രിയൻ്റെ പിറന്നാളും വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ ഭർത്താവ് ജനു ഉണ്ട്. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുപ്പെല്ലാം കത്തിച്ചിട്ട് ഇതാ നല്ല ഇവിടെ കൊണ്ട് തന്നെ ബിരിയാണി, ഇവർ രണ്ടാളോ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തം ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇവരെ വിടുന്നുള്ളൂ നമ്മൾ. അപ്പോൾ ഇതാ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാ പ്രിയൻ്റെ മോളുണ്ട്, മോനപ്പുറം ഉണ്ട്, ഇതാ പ്രിയൻ്റെ അമ്മയുണ്ട്, അയ്യനുണ്ട്, എല്ലാവരും അപ്പുറം ഇപ്പുറമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരെയും സമ്മതത്തോടെ നമ്മളിതാ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് പ്രിയൻ്റെയും ജനാർദ്ദന്. അപ്പോൾ ആരംഭിക്കലാമോ? അപ്പോൾ ജനുവിന് മലയാളം അറിയില്ല കേട്ടോ. ജനു ഒറിജിനൽ കന്നഡക്കാരനാണ്, ബാംഗ്ലൂർ സ്റ്റൈൽ ജീവിതമാണ്, ബാംഗ്ലൂരാണ്. പ്രിയക്ക് ചെറുങ്ങനെ മലയാളം അറിയാം, ചെറുങ്ങനല്ല നല്ലോണം അറിയാം. കന്നഡ അറിയില്ല, അതുകൊണ്ട് ഞാനും ജനുവും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. അപ്പോൾ വേറെ നമുക്ക് മനസ്സിലാവും. എനിക്ക് കന്നഡ അറിയില്ല, ഒന്നും മലയാളം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും ജായക അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചല്ലേ? എണ്ണ ഒഴിച്ചാ പ്രിയ? എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ തിളക്കുന്നുണ്ട്. ആദ്യം നടന്ന് ആദ്യം ഇതാ ഏരാ പറഞ്ഞോ, മലയാളത്തിലല്ല, നമ്മളെ സ്പൈസസ് ഇട്ട് കേട്ടോ. അവർക്കൊന്നും പറയാൻ തിരിയുന്നില്ല. അപ്പോൾ സ്പൈസസ് എല്ലാം ഇട്ട്, പട്ട ഗ്രാമ്പു ഏലക്ക നമ്മളെ അത് മറ്റേ ഫ്ലവർ എല്ലാം ഇട്ട്, പിന്നെ അത് ഉള്ളി ഇട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇടപെടുന്നില്ല, ദിവ്യ ചെറുങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇവർ രണ്ടോളം തന്നെ ഉണ്ടാക്കുന്നത്. അസിസ്റ്റൻ്റായിട്ടാണ് ദിവ്യ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ കൊടക് ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ, കുഴച്ച് മറിച്ചിട്ടില്ല, മറ്റേ മസാല എല്ലാം കൂടി കുഴച്ച് മറിച്ചിട്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ദൊണ്ണെ അങ്ങനെ പറയാ, ദൊണ്ണെ ബിരിയാണി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നല്ലോ. അപ്പോൾ നമ്മളിതാ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ മട്ടൻ നേരത്തെ വേവിച്ച് വെച്ചാണ്. അപ്പോൾ അതപ്പുറം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ആയിക്കടെ ഇതാ നല്ല അടിപൊളിയായിട്ട് മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്പൈസി മട്ടൻ കേട്ടോ. അത് നേരെ ഉള്ളിയിലേക്ക് ഇടുവയ്യ. അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നേരെ ഇതാ ഉള്ളി നമ്മളെ മസാലയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതെയാ, മാത്രം അതിൻ്റെ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൈസാക്കുമ്പോൾ അത് എടുക്കുമെന്നാണ് പറഞ്ഞല്ലേ. അപ്പോൾ റൈസാക്കുമ്പോൾ ആ വെള്ളം എടുക്കും കേട്ടോ. ഗരം മസാല വേറെ, ഇതിൽ മുളക് പൊടി അങ്ങനത്തെ മസാലാസ് ഒന്നുമില്ല കേട്ടോ, മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നുമില്ല. ഗരം മസാല ഏതാ ആദ്യം ചേർക്കാൻ പോന്നേ? അല്ല ഒരു മിനിറ്റ്, ഇതാണോ ആദ്യം ചേർക്കാൻ പോകുന്നത്? ഇതിൽ ഉള്ളിയില്ലേ? ഉള്ളിയുണ്ട്, ഉള്ളി, മല്ലിച്ചപ്പ്, പുതിന. ഇതില് മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടാ. ഇതില് ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിന, പിന്നെ പട്ട, ഗ്രാമ്പൂ, അത്രല്ലേടി? ഇത്തിരി സാധനല്ലേ, ഇത്തിരി സാധനം ഫുൾ അരച്ചെടുത്താട്ടോ ഇത്. അപ്പൊ ഇതാണ് ഈ ബിരിയാണിയുടെ ഹൈലൈറ്റ്. ഇടട്ടെ? അപ്പൊ നമ്മളെ സ്പെഷ്യൽ മസാല ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടാ. ഗ്രീൻ മസാല. ആ പച്ചമുളക് അതെല്ലാം തന്നെയാണ്. അടിപൊളി ഗ്രീൻ ആയിട്ട് മസാല ഗ്രീൻ കേട്ടാ. നമ്മളെല്ലാം വീട്ടിലിരുന്ന് വേഷത്തിലാട്ടാ ഉള്ളത്. ഓളെ ബർത്ത്ഡേയും പിന്നെ ആനിവേഴ്സറി രണ്ടും ഒരുമിച്ചായതുകൊണ്ട് ഓൾ ഇന്ന് സാരി അയച്ചു നോക്കൂലെന്നാ പറഞ്ഞേ. ഇന്ന് ഫുൾ പരിപാടി സാരി കൊടുത്തിട്ടാ പോലും. യെസ്, ഇതിന്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. കുറച്ച് ഗരം മസാല ഇടാണ്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ച് തക്കാളി പേസ്റ്റ്
തക്കാളി പേസ്റ്റ് ഇടാനായി അല്ലേ? ആ അപ്പോൾ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചാട്ടാ. അപ്പോൾ അത് ഇടുന്നുണ്ട്. അത് നമ്മുടെ മൊസറ് ഇടുന്നുണ്ടേ. അപ്പോൾ മുസറല്ല, നമ്മുടെ നാടൻ തൈര് കേട്ടാ. മുസറ എന്നാ പറയാ അവര്. അത് ഇടുന്നുണ്ട്. വെള്ളം വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ? അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അല്ലേ? ഇത് റൈസിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത് മട്ടൺ വേവിച്ചതിന്റെ വെള്ളം. അപ്പോൾ മട്ടന്റെ മേലെ നമ്മള് റൈസ് ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേവിക്കുമ്പോൾ ഇട്ട ഉപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടി വേണം. വേണം. നേരത്തെ നമ്മൾ മട്ടൻ വേവിച്ചിട്ടില്ല, കുറച്ചും കൂടി ഉപ്പ് വേണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ പിന്നെ ഇടാം. ഇപ്പോൾ എത്ര വെള്ളം എടുത്തേ? ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. ഡബിൾ തന്നെ. ആ പക്ഷെ നീ അരി അതായത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അതെ അതെ. അരി കുതിർക്കും. അരി ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ജീര റൈസ്. അതെ. നമ്മളെ കുഞ്ഞ് ജീര റൈസ്. അപ്പോൾ നമ്മളെ നല്ലപോലെ വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിടിക്കാം. അപ്പോൾ കുതിർത്ത് വെച്ച അരി കഴുകി കുതിർത്ത് വെച്ച അരി അരിയായിരുന്നു അല്ലേ? കേട്ടോ. ജീരകശാല. അപ്പോൾ നേരെ നമ്മളെ ഈ മസാലയിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. മട്ടൻ മസാലയിലേക്ക്. ഏതാ അരി? അതായത് ജീര സാമ്പാർ റൈസ്. ജീരകശാലേൻ്റെ അരിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രിയ ബാംഗ്ലൂർ ഒരു ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാ ലാബിൻ്റെ പേരെന്താ പറയാ? സ്കാൻ പോയിന്റ് ഡയഗ്നോസ്റ്റിക്. നാഗർഭാവി. നാഗരഭാവി. ആ. അപ്പോൾ ആ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ പോയാൽ നമ്മൾ പ്രിയനെ കാണാം. ബിരിയാണി കഴിക്കാന്ന്. മസാലയെല്ലാം സെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നാരങ്ങ കേട്ടോ. ഏകദേശം നമുക്ക് ഇരുടായി കേട്ടോ. ഇനി നമുക്ക് വീഡിയോ പിടിക്കാൻ ഇവിടെ നടക്കും തോന്നുന്നില്ല. സന്ധ്യയായി, സംഭവം ഇരുടായി. ഇനി ബിരിയാണി വേവാൻ വെക്കുക വേണ്ടു. ബാക്കിയെല്ലാം സെറ്റായി. ഇനി മൂടി വെക്കുക വേണ്ടു അല്ലേ? ഇനി നമ്മൾ ദമ്മിൽ വെക്കുന്ന പോലെ അടച്ചു വെക്കുക വേണ്ട അല്ലേ? അതെ. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ഗൈസ്. കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഇനി അരച്ച് വെക്കാൻ പോകാം. ഇവിടെ ആയതുകൊണ്ട് ഈ ചൂട് കഴിക്കുന്നത്. നാട്ടിലെങ്ങാനും ഈ നേരത്തെ ബിരിയാണി വെക്കാനെന്നാ വേർത്ത് ഒലിച്ചിട്ടുണ്ടായിരിക്കും. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി വേവുന്നവരെയും കാണാം. അപ്പോൾ ഈ സംഭവം വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരുടായിട്ടാ. ഒരു 3/4 വേവായിട്ടുണ്ടേ. അപ്പോൾ മേലെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് ദം ചെയ്തിട്ടുള്ള ഫുൾ കണൽ മേലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പുറം വെളിച്ചമില്ല ഗൈസ്. അപ്പോൾ ഇരുടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിട്ടിട്ടുണ്ട് അല്ലേ? വെളിച്ചം വേണമെങ്കിൽ ബൾബാക്കാം. വേണോ? ഇനി വേണ്ട, ഏകദേശം ആകാനായില്ലേ? അത് അഴിച്ചു വെച്ചതാ. ഇടാ. വേണ്ട, ഇനി വന്നില്ലേ? സംഭവമായില്ലേ? ആ മതി. സംഭവം ദമ്മിട്ടിട്ടുണ്ട്. ഇപ്പൊ ആവുമല്ലോ. അപ്പം നമ്മൾ ലാസ്റ്റ് ദം പൊട്ടിച്ച് നോക്കാം. നമ്മുടെ ഈ പാത്രത്തിന്റെ ശരിക്കുള്ള അടപ്പ് ആരോ കൊണ്ടുപോയി, കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു അടപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പം നമുക്കത് പൊക്കിയിട്ട് നോക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബാംഗ്ലൂർ ദൊന്നെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ പെരുന്നാളുകാരിയും അതുപോലെ തന്നെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മളെ പ്രിയ ഉണ്ടാക്കിയ ബാംഗ്ലൂർ ബിരിയാണി ഇതാ. അടിപൊളി. ഇതാ അരി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ല, ചോറ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് എല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കാണിക്കണം. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മളെ ഫുൾ കർണാടകക്കാരെ കാണിക്കണ്ടേ? അപ്പൊ നമുക്കിനി അകത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ബിരിയാണി വലതുകാലം വെച്ച് അടുക്കളയിലേക്ക് കയറി പോവാണ് കേട്ടോ, അകത്തേക്ക്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പകലായിരുന്നു, പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇരുടായിപ്പോയി ഗൈസ്. അപ്പം എല്ലാം അകത്തേക്ക് മന്ദം കടന്നു പോവുകയാണ്. കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് ഗൈസ്.
നമ്മൾ ബിരിയാണി ചെമ്പ് തുറക്കുകയാണ്. ആ എന്താ മണം, അടിപൊളി. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ദൊന്ന ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വിളമ്പി എടുക്കാം. അല്ല ഇവളെ കൊണ്ട് തന്നെ വിളമ്പിക്കണം. ഇതാ റൈസും ഇതിൻ്റെ മട്ടനെല്ലാം നോക്കിയാൽ നല്ല അടിപൊളി. എൻ്റെ വായിൽ വെള്ളം വരുന്നേ. ഓ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ദൊന്ന ബിരിയാണി. ദൊണ്ണേ അല്ല നെ. അപ്പൊ നീ ഏതായാലും പിള്ളേർക്ക് ഞാൻ തന്നെ വിളമ്പട്ടെ. അപ്പൊ നമുക്ക് കുട്ടിയൊക്കെ വിളമ്പി കൊടുക്കാം കേട്ടോ. വിശക്കുന്നുണ്ട്. പിന്നെ ചൂടുണ്ട് പാത്രം. മാറുമുത്തേ ചോറ്. പിന്നെ നമ്മളെ സാലഡ്, ചെള്ള സാലഡ്. എടാ നീ എന്തിനു പറയും ബാംഗ്ലൂരിൽ? റൈത്ത. ಮೊಸರು ಬಜ್ಜಿ. റൈത്ത എങ്ങനെയുണ്ട്? ಚೆನ್ನಾಗುಂಟಾ? അടിപൊളി സൂപ്പറാ. ഞാൻ നോക്കട്ടെ. ഉണ്ടാക്കിയ കാര്യം കൊടുക്കാം. നടി. ഓ അപ്പോ ഹാപ്പി ബർത്ത്ഡേ. നോക്കട്ടെ മുത്തേ. പിന്നെ ഹാപ്പി ആനിവേഴ്സറി. ചൂട് ടേസ്റ്റ് ഉണ്ടോ? മട്ടനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടാ. ബൈ.